നേരത്തെ പറഞ്ഞ വാർത്ത ബാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാർ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ലോക്സഭയിൽ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകന്റെ മറുപടി. ബൽറാം നെടുങ്ങാടി, ബി ദിലീപ് കുമാർ എന്നിവർ ആ വാർത്തകൾ വിവരങ്ങൾ ചേരുന്നു. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ചോദ്യം എന്തായിരുന്നു? കൃത്യമായ ഉത്തരം എന്തായിരുന്നു? ഈ ഗുരുതരമായ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതിൽ നടപടികൾ തുടങ്ങി എന്ന് തന്നെയാണോ കേന്ദ്ര സർക്കാർ പറയുന്നത്? ബൽറാം, ഹാഷ്മി, കേരളത്തിലെ ഒരു ചാനൽ ഉടമ ബാർക്കിൽ റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തുന്നതിനായി ബാർക്കിൽ ജീവനക്കാരന് കൈക്കൂലി നൽകി അല്ലെങ്കിൽ കോഴ നൽകി എന്ന 24 റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന DGPയിൽ നിന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR, അതിന്റെ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഈ FIRൽ നടത്തിയ അന്വേഷണം, അതിന്റെ ഇതുവരെയുമുള്ള കണ്ടെത്തൽ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ അറിയിക്കാനാണ് DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഈ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാർക്ക് റേറ്റിംഗിന്റെ സുതാര്യത ഉറപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ലോക്സഭയിലാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള 2 MP-മാർ, കെ സുധാകരൻ MP, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 5 ചോദ്യങ്ങളാണ് ഈ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ രേഖാമൂലം മറുപടി നൽകുന്നതിനായി ഈ 2 MP-മാർ ഉന്നയിച്ചിരുന്നത്. അതിൽ പ്രധാനം ഈ റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു, ഒപ്പം തന്നെ ബാർക്ക് ജീവനക്കാരനെതിരെയോ അല്ലെങ്കിൽ തുടർന്ന് ഈ വിഷയത്തിലുള്ള പോലീസ് റിപ്പോർട്ട് സംബന്ധിച്ചോ വിശദാംശങ്ങൾ തേടിയിരുന്നോ എന്നും, ഈ തട്ടിപ്പ് നടത്തിയ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടൽ നടത്തിയ ജീവനക്കാരനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നോ, കൂടാതെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ ചാനലിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നോ, ഇവരുടെ പൂർവ്വകാല ചരിത്രം, ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിനുള്ള മറുപടിയിലാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു, 24ന്റെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്നും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയെന്നും DGPയിൽ നിന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുമുള്ള കാര്യം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.